ചുമ്മാ ഇരിക്കുന്നത് കൈയിരിക്കുക. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു. അഖിൽ ചടമംഗലം, താങ്ക് യു. അടിച്ചു പൊളിച്ച് നല്ലൊരു കൈയിൽ അഖിലിന് കൊടുക്കുക. സംസ്കാര സാഹിതിയുടെ സംസ്ഥാനതല പ്രവർത്തകരും KPSTയുടെ സംസ്ഥാന പേഴ്സണൽ ഫോറം കൺവീനർ കൂടിയായ എബി പാപ്പച്ചൻ സാർ എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ രശ്മി മാഡം എത്തിയിട്ടുണ്ട്. നല്ലൊരു കൈഡി. നിങ്ങള് എന്റെ സുഹൃത്ത് കൂടിയായ ജ്യോതിഷ് ആനപ്പാറ എത്തിയിട്ടുണ്ട്. നെൽമേൽ പഞ്ചായത്തിന്റെ ആരാധ്യയായ അധ്യക്ഷ ഷെബീന പറമ്പിൽ അവர்கள், മുൻ പ്രസിഡന്റ് റാഫി അവர்கள் തുടങ്ങി എബി പാപ്പച്ചൻ സാറ് ഞാനും ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ കൂടിയാണ്. ഒരുപാട് സന്തോഷം. രശ്മി മേഡം കൊട്ടാരക്കരയിൽ നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ട് നിന്ന് ചരിത്രം സൃഷ്ടിച്ച ആളുകൂടിയാണ്. ഞങ്ങള് കുളക്കടയിൽ ഒരു പരിപാടിക്ക് ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. വീണ്ടും ശബ്ദാനുകരണത്തിലേക്ക് കടക്കുന്നു. എന്നോടൊപ്പം വേദിയിലുള്ളത് രണ്ടുപേരും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും വിജയിക്ക് ആയിട്ടുള്ളവരാണ്. ദിയയും ലയയും അല്ലേ, രണ്ടുപേരും അവിടെ അച്ഛൻ കൂടി എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ്. കുറച്ചേറെ അരമണിക്കൂറൊന്നും കൊണ്ട് തീരുന്ന ഐറ്റമല്ല അവരുടെ ഉള്ളത്. ഒരുപാട് കരുനാഗപ്പള്ളിയുടെ ആരാധനായ MLAയും സംസ്കാര സാഗതിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ചെയർമാനുമായ പ്രിയപ്പെട്ട മഹേഷ് സാർ അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. സുൽഫത്ത് ടീച്ചർ KPSTയുടെ അഞ്ചലിന്റെ ആരാധ്യയായ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള സുൽഫത്ത് ടീച്ചർ എത്തിയിട്ടുണ്ട്. ടീച്ചറെ ശബ്ദം വരുന്നത് അങ്ങോട്ട് നോക്കുക. കാരണം ഞാൻ ഇട്ടേക്കുന്ന ജുബയുടെ കളറും എന്റെ കളറെ കൊണ്ട് മൊത്തത്തിൽ അറിയാൻ വയ്യ. അതിന് ടീച്ചർ നോക്കുന്നത് ആ സ്റ്റാൻഡിൽ ആ പച്ച ഉടുപ്പിട്ട കണ്ണാടിയിട്ടുള്ള സുന്ദരനായ ചേട്ടനായിരിക്കും അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നോക്കുമായിരുന്നു. പിന്നാണ് ടീച്ചർക്ക് മനസ്സിലായത് ടീച്ചറിന് പരിചയമുള്ള വേറൊരാളാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നതെന്ന്. എന്തായാലും മിമിക്രിയിലേക്ക് കടക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കൾ ഗംഭീരമായ കുറച്ചായിട്ട് നമുക്കായി കരുതിയിട്ടുണ്ട്. ഓക്കെ, സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ ആരാധനായ കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA കൂടിയായ ശ്രീ മഹേഷ് സാർ അവറുകൾ നമ്മുടെ ഈ വേദി ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും നിറഞ്ഞ കൈയടി പ്രിയപ്പെട്ട നമ്മുടെ ആരാധനായ ചെയർമാൻ നൽകുക. തീർച്ചയായും വളരെ സന്തോഷം. കേരളത്തിലെ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടുവാൻ അദ്ദേഹം എടുത്തിട്ടുള്ള എഫർട്ട് വലുതാണ്. തീർച്ചയായും പ്രോഗ്രാമിലേക്ക് തുടരുന്നു. ഹലോ, എന്തുണ്ട് വിശേഷം?
ഹരി ഒരു 3-4 കസേര വേണം, 2 കസേര വേണം. കസേര അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. എൻ്റെ പേര് ദിയ രാജേഷ്. ഇതെൻ്റെ അനിയത്തിയാണ്, അവളുടെ പേര് ലയ രാജേഷ്. ഇനി 9ലോട്ടാണ് പുള്ളിക്കാരി പഠിക്കാൻ പോകുന്നത്. ഞാനിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലണ്ടനിൽ ഡിസ്റ്റൻ്റായിട്ട് അറബിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി. അപ്പം ഇത്രയും വലിയൊരു സദസ്സ്, ഒരുപാട് സദസ്സുകൾ നിന്നിട്ടുണ്ടെങ്കിലും ഓരോ സദസ്സും വ്യത്യസ്തമാണ്. അപ്പം ഞാൻ ഒരുപാട് ലാഗടിപ്പിക്കുന്നില്ല, തുടങ്ങാം. മിമിക്രി എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ ladies, and sit back. Here we go. 1, 2, 3, go. You. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പം നമ്മുടെ കുറച്ച് ഗായകന്മാരുടെ വോയിസിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. ആദ്യമേ വൈക്കം വിജയലക്ഷ്മി. തുള്ളിക്കൊരു കൂട്ടം കണക്കെ മാങ്ങടി പെയ്യുമ്പം ഉമ്മറത്തിരുന്നു കണ്ടതല്ലേ, ആരാരും കാണാതൊരു പൊൻകിനാവ് ഇന്ന് നിന്റെ കണ്ണിൽ പോത്തു നിന്നിയ നല്ല നാട്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തതായി നമ്മുടെ അടുത്തതായി മാൽഗുടി ശുഭ. നില പൊങ്കലായല്ലോ ഒരു വെറൈറ്റി ശബ്ദമാണ്, നമ്മുടെ കാന്താര മൂവിയിലെ ബീജയാണ്. സദസ്സ് നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷൻ ആക്കി മാറ്റാം. അപ്പം റെയിൽവേ സ്റ്റേഷൻ. यात्रियों कृपया ध्यान दें, कार की संख्या 1, 2, 3, 4 ट्रिवांड्रम से बंगलोर तक जाने वाली ट्रिवांड्रम बंगलोर एक्सप्रेस थोड़ी देर में प्लेटफॉर्म नंबर 4 पर आएगी. यात्रकारों ശ്രദ്ധയ്ക്ക്
ട്രെയിൻ നമ്പർ 1, 2, 3, 4 തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിച്ചേരുന്നു. Passengers, your attention please. Train number 1, 2, 3, 4 Trivandrum to Bangalore, Trivandrum Bangalore Express will arrive shortly on platform number 4. അടുത്തതായി ശശികലിക. നിന്നോട് പറ്റശക്തി ചുമണ്ണമത്ത് പിടിപ്പിച്ച് പാട്ടിയവരെന്നെ കൊണ്ടുവരാൻ പറഞ്ഞത്, നീ ഇതെന്തോ കൊണ്ടുവന്നേ? ഇന്ന് ജീത്തിയുടെ പ്രസവമാ. കൊച്ചിന്റെ വേദനാണോ ബാബുവാണോ എന്തോ കൊണ്ടപ്പിടിയിട്ട് വെച്ചാ മതി, കണ്ടക്കും. കാർട്ടൂൺ ക്യാരക്ടറായ ഡോറ. ഹലോ കൂട്ടുകാരെ, ഞാനാണ് നിങ്ങളുടെ ഡോറ. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? മല, പുഴ, മന്ത്രികൊക്കെയാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നു? അപ്പൊ ഞാൻ വളരാൻ പോവാണേ. കൊച്ചു പൂമ്പാറ്റി, കൊച്ചു പൂമ്പാറ്റി, നാട് ചുറ്റുന്ന പൂമ്പാറ്റി, നീ പാടി വാ, ചാടി വാ പാട്ടേ. തട്ടും ബീറ്റ് ശരിയല്ല. കാട്ടി വായിക്കിടല്ലേ
ലാസ്റ്റ് ആയിട്ട് വൈക്കം വിജയലക്ഷ്മി മാമിന്റെ വോയിസിൽ ഒരു പാട്ട് കൂടി പാടി ഞങ്ങൾ അവസാനിപ്പിക്കാം. ഓക്കെ. നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന മുരുകൻ സാറിനും പിന്നെ ബാക്കിയുള്ള ഭാരവാഹികൾക്കും പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അനിലങ്കിൾക്കും പിന്നെ ഗിരീഷ് അങ്കിൾക്കും പിന്നെ എല്ലാവർക്കും കൂടി ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അപ്പം ആ ഈ ഒരു പാട്ടോടുകൂടി നിർത്താണ്. സംസ്കാര സാഹിതിയുടെ കലയാണ് ലഹരി എന്ന പരിപാടിയിൽ ചടയമംഗലം നിയോജക മണ്ഡലത്തിന് അഭിമാനമായി മാറാൻ പോകുന്ന ഈ നാടിന്റെ പ്രിയങ്കരായ ഈ കൊച്ചുമക്കൾ ഇപ്പോൾ ഇവിടെ കലാപരിപാടി അവതരിപ്പിച്ച ലയ രാജേഷിനും ദിയ രാജേഷിനും സംസ്ഥാന ചെയർമാൻ പ്രിയങ്കരനായ CR മഹേഷ് MLA പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു.
രഞ്ജിത്തെ കുടിക്കല്ലേ. ഇനി നമ്മൾ ഇവിടെ ആദരിക്കുന്ന ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന 10-30 പേരെ നമ്മളന്ന് ആദരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ബാബു നരേന്ദ്രൻ സാർ ഇടയ്ക്കൽ സംഗീതജ്ഞനാണ്, ഇടയ്ക്കൽ ജനിച്ചു, സംഗീത അധ്യാപകനാണ്, കാഞ്ചി കാമകോടി യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇടയ്ക്കൽ ബാബു നരേന്ദ്രൻ സാറിന് സംസ്കാര സാഹിത്യത്തിന് ഹൃദ്യമായ നന്ദി. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. പരിപാടിയുടെ അധ്യക്ഷനായി സംസ്കാര സാഹിതിയുടെ ചടയമംഗലം നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ പ്രഹ്ലാദനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഓണം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ബഹുമാന്യനായ സാഹിതിയുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ഹരിലാൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം ശുഭലാം മലയജ ശീതള സസ്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖതാം വരദാം മാതരം മാതരം വന്ദേ മാതരം. നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ചടയമംഗലം നിയോജക മണ്ഡലം സംസ്കാര സമിതിയുടെ എല്ലാ കൺവീനർ ശ്രീ ജനിമോൻ കാഴ്ചയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, അവിടെ നിൽക്കുന്നവരിതാണ്ട് ഇവിടെ കസേരയുണ്ട്. ആ കസേരയിലോട്ട് വന്നിരുന്ന് സഹകരിക്കുക. ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സംസ്കാര സാഹിതിയുടെ ചടയമംഗലം നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ പ്രഹ്ലാദൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന, ഏറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ സംസ്ഥാന ചെയർമാൻ ശ്രീ CR മഹേഷ് MLA, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MM നസീർ, പ്രിയങ്കരനായ
സംസ്കാര സാഹിതിയുടെ ജില്ലാ ചെയർമാൻ എബി പാപ്പച്ചൻ, ജില്ലാ കൺവീനർ SM ഇക്ബാൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട ചന്ദ്രബോസ്, VT സിബി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ, തുടയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് SR ബിനോജ്, KPCC സംസ്കാര സാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട അജീഷ് RC, അഭിലാഷ്, ജില്ലാ ഭാരവാഹികളായ രശ്മി ചേച്ചി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, ജില്ലാ ഭാരവാഹികൾ പ്രിയപ്പെട്ട കടക്കൽ താജുദ്ദീൻ, ശ്രീ രാജേഷ് അണ്ണൻ, സൈറസ് പോൾ, നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷെമീന പറമ്പിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് INTUCയുടെ നിയോജക മണ്ഡലം കൺവീനറുമായ ശ്രീ AM റാഫി, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റിയാസ് സിദ്ര, മണ്ഡലം പ്രസിഡന്റുമാർ രാമേന്ദ്രൻ പിള്ള സാറ്, റിയാസ് AR, ഹുമയൂൺ കബീർ, അനിൽ ആരാമം, മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കൾ മണ്ണൂർ ബാബു, VK ഐസക്, ചെങ്കൂർ സുരേഷ്, വയല ശശി, സുൽഫത്ത് BV, ഉഷ ബോസ്, സജീന ഷിബു, ജുമൈലത്ത് BV, ഷീജ വിജയൻ, മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സാഹിതിയുടെ പ്രവർത്തകരെ, ഒപ്പം ഇവിടെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ, കലാകാരന്മാർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ സംസ്കാര സാഹിതിയുടെ പ്രവർത്തനവുമായി കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് നമ്മളൊക്കെ പുതുതായി ഭാരവാഹികളായത്. നമുക്കൊക്കെ ഇതിൽ ഭാരവാഹികളാകുന്നതിന് ആവേശം പകർന്നത് ഇതിന്റെ സംസ്ഥാന അമരക്കാരൻ പ്രിയപ്പെട്ട CR മഹേഷ് MLA ആണ്. കാരണം അദ്ദേഹം ഇതിന്റെ ചെയർമാനായി വന്നതിന് ശേഷം ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിനും കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നതിനും അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്നതിനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ശക്തമായ നിലയിൽ മുന്നോട്ടു പോകാൻ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിലനിൽക്കാൻ, അതിനൊപ്പം ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളും തയ്യാറായി അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയാണ്. ഒപ്പം നമ്മുടെ ജില്ലാ കമ്മിറ്റിയും വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ എബി പാപ്പച്ചൻ സാറിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നടത്തുന്ന പരിപാടികൾക്ക് ഒക്കെ വേണ്ടുന്ന പിന്തുണയും സഹകരണവും ഒക്കെ തന്നുകൊണ്ട് അദ്ദേഹവും മുന്നോട്ട് പോവുകയാണ്. ഇതൊരു രാഷ്ട്രീയ വേദിയല്ല. കലാകാരന്മാരുടെ അവരെ ആദരിക്കുന്നതിനും അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും അവരെ പരിചയപ്പെടുത്തുന്നതിനുമൊക്കെയുള്ള ഒരു വേദിയാണ് ഇത്. അതുകൊണ്ട് ഞാനും മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരുപാട് നേരത്തെയൊക്കെ ഇവിടെ വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായി സ്വാഗതം പറയുന്നത് പ്രിയപ്പെട്ട ഇതിന്റെ അധ്യക്ഷൻ ശ്രീ പ്രഹ്ലാദൻ അവർകൾക്കാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ചെയർമാൻ ബഹുമാനനായ CR മഹേഷ് MLA, നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ജനപിന്തുണയും ജനകീയതയും സ്വീകാര്യതയും ഒക്കെ. ആ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാവർക്കും പ്രിയങ്കരനായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നത് CR മഹേഷ് ആവാനാണ് രാഷ്ട്രീയക്കാരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന CR മഹേഷ് MLA, നമ്മൾ ഇതിന്റെ ചാർജ് എടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളെ വിളിച്ചിട്ട് ഒരു നാടക കലാകാരൻ കൊണ്ട്
നിങ്ങളൊന്ന് പോയി അദ്ദേഹത്തിന് ഒന്ന് സന്തോഷിപ്പിക്കണം, അദ്ദേഹത്തെ ഒന്ന് കാണണം, ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അജീഷിനോടും എന്നോടും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ ഈ തുടയന്നൂർ മണ്ഡലത്തിലെ ഒരു സുഹൃത്തായിരുന്നു, അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഒരു സംസ്ഥാന ചെയർമാൻ ഇവിടത്തെ ഒരു നാടകക്കാരന്റെ ഒരു പ്രശ്നം അറിഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ നമ്മളെ വിളിച്ച് അറിയിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എത്ര പറഞ്ഞാലും മതിയാകില്ല. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിനൊരു മുതൽക്കൂട്ടായി മാറും. അതിന് അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി MM നസീർ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയും സഹകരണവുമായി കടന്നു വരുന്ന പ്രിയങ്കരനായ നേതാവ് ശ്രീ MM നസീറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി അറിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഇതിൽ കൊണ്ടുവന്നതും ശ്രീ ചന്ദ്രബോസ് എന്നാണ്. ഈ പരിപാടി അറിഞ്ഞ ദിവസം മുതൽ തന്നെ ഇതിന്റെ സംഘാടനത്തിനും മറ്റുമായി സഹകരിക്കുന്ന പ്രിയപ്പെട്ട D. ചന്ദ്രബോസിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംസ്കാര സാഹിതിയുടെ കൊല്ലം ജില്ലാ ചെയർമാൻ പ്രിയങ്കരനായ എബി പാപ്പച്ചൻ സാറ്, അദ്ദേഹത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ത്രസിപ്പിക്കുന്ന പാട്ടുകൾ എഴുതിയ പ്രിയങ്കരനായ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ VT സിബി, അദ്ദേഹവും ഏത് പരിപാടിയായാലും നമുക്കൊപ്പ് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം ചെയർമാൻ ആയിരുന്നപ്പോൾ PC വിശ്വനാഥ് വരുന്ന പരിപാടി അത് കോട്ടുക്കൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞ് അതിന്റെ ആദ്യ അവസാനം എനിക്കൊപ്പം നിന്ന് ആ പരിപാടി വിജയകരമാക്കി മാറ്റിയ, അതായത് ഒരു തവണ പരിപാടി വീണ്ടും മാറ്റിവെച്ച് നടത്തേണ്ടി വന്നപ്പോൾ പോലും അതിലൊരു ക്ഷീണവും സംഭവിക്കാതെ പരിപാടി നടത്തുന്നതിന് സഹകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ VT സിബിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീകുമാർ അണ്ണൻ, അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സംസ്കാര സാഹിതിയുടെ കൺവീനർ SM ഇക്ബാൽ അവരുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ എന്റെ കൊച്ചനുജൻ ശ്രീ റിയാസ് ഇതറയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ഭാരവാഹികൾ, ഈ പരിപാടിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഓടി നടക്കുന്ന പ്രിയപ്പെട്ട RC അജീഷിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഭിലാഷ്, അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു സാഹിതി പ്രവർത്തകനെ പോലെ നമ്മൾ ഈ നാടക പ്രവർത്തകൻ പ്രിയപ്പെട്ട അനീഷിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന ദിവസം മുതൽ അന്ന് തന്നെ നമ്മളോട് പറഞ്ഞു, ഇവിടെ നമുക്ക് ആ പരിപാടി ഇവിടെ വെച്ച് നടത്തണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ നമ്മളോടൊപ്പം ഉള്ള ഈ പരിപാടിയുടെ ഈ വിജയത്തിന് വേണ്ടി ഇവിടെ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ SR ബിനോജിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ഭാരവാഹികൾ ശ്രീ കടക്കൽ താജുദ്ദീൻ, ശ്രീ രാജേഷ് അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്ത ഈ ആദരവ് ഏറ്റുവാങ്ങുവാൻ കടന്നു വന്ന പ്രിയപ്പെട്ട കലാകാരന്മാരെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പാർട്ടി പ്രവർത്തകർ, സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീ രശ്മി ചേച്ചിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒറ്റവാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ സംസ്കാര സമിതിയുടെ സംസ്ഥാന ചെയർമാനും നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ CR മഹേഷ് അവരുടെ, ബഹുമാനനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ അവരുടെ, DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ D. ചന്ദ്രബോസ്,
ഈ കൊല്ലം ജില്ലയെ എക്കാലത്തും സംസ്ഥാനത്തെ ഏറ്റവും മുൻപന്തിയിൽ സംസ്കാര സാഹിത്യയുടെ പ്രവർത്തനങ്ങൾ എത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ബച്ചൻ, ജനറൽ കൺവീനർ SM ഇക്ബാൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ R രശ്മി, അജീഷ്, അഭിലാഷ്, മറ്റ് തുടങ്ങിയ സാഹിത്യ പ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരെ, നമ്മുടെ സാഹിത്യ കുടുംബാംഗങ്ങളെ, നാം ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ കാരണം നമ്മുടെ സ്വാഗത പ്രവാസങ്ങൾ വളരെ ഹ്രസ്വമായി സൂചിപ്പിച്ചു. ഇത് KPCCയുടെ തീരുമാനപ്രകാരമുള്ള സംസ്കാര സാഹിത്യയുടെ ആദ്യ ചെയർമാൻ ശ്രീ പാലോട് രവിയുടെ കാലം മുതൽ ഈ സാഹിത്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ സാഹിത്യ സംസ്കാര സാഹിത്യ ഇത്തരത്തിൽ കുറച്ചുകൂടി ജനകീയമാക്കി കൊണ്ടുവരുന്നതിന് നമ്മുടെ CR മഹേഷ് അവറുകൾക്ക് MLAക്ക് കഴിയും എന്ന് ഉള്ള ഒരു ഉദാഹരണമാണ് നാം എല്ലാം ഇപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ കൂടുവാനും ഇതിൽ പങ്കെടുക്കുവാനും കഴിയും. ഞാൻ കൂടുതലായി ഒന്നും മുന്നോട്ട് കടക്കുന്നില്ല. നമുക്ക് ഈ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ ജനാധിപത്യ വിശ്വാസികളായ സീരിയൽ നടന്മാരായാലും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയാലും നാടകത്തായാലും നാടകങ്ങളിൽ അഭിനയിക്കുന്നവരായാലും മറ്റ് നാടൻ കലാരൂപങ്ങളിൽ പ്രവർത്തിക്കുന്നവരായാലും ഇവരൊക്കെ നമ്മൾ ഈ പ്രസ്ഥാനവുമായി ചെന്നപ്പോൾ വളരെ അനുഭാവപൂർവ്വം നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നമ്മളെയൊക്കെ ഓർക്കാനും നമ്മളോടൊക്കെ സഹകരിക്കാനും നമ്മളെയൊക്കെ മുൻപന്തിയിൽ കൊണ്ടുവരാനും നിങ്ങൾക്കൊരു പ്രവർത്തന പ്രചോദനം ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഏത് പ്രവർത്തനങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാനുള്ളത്. നമ്മുടെ ഇവിടെ ആദ്യമായി ഇത് കൂടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇതിന് ചെയർമാനായിരുന്നു. അന്നും നമ്മൾ നല്ലൊരു കമ്മിറ്റി ചടയമംഗലത്തുണ്ടായിരുന്നു, നല്ലപോലെ പ്രവർത്തിച്ചു. ഇപ്പോ അതിനേക്കാൾ ചുണക്കുട്ടന്മാരായ 2-3 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ജനറൽ കൺവീനർ ജിനിമോൻ, അതുപോലെ അജീഷ് സാറ്, അഭിലാഷ്, അങ്ങനെ തുടങ്ങി. ഇവിടെ ഇത് സംഘടിപ്പിച്ചപ്പോ പറയാതെ പോകുന്നത് ശരിയല്ല. ശ്രീ മനോജ് മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ കൂടി ഒരു സാഹിത്യയുടെ പ്രവർത്തകൻ എന്തൊക്കെ ചെയ്യൂ, ഏറ്റവും രാവിലെ ഇവിടെ വന്ന് ഇവിടെ തൂത്ത് വൃത്തിയാക്കുന്നതിന് പോലും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ കാര്യം പറയാതെ പോയാൽ നന്ദികേടാ. അതുകൊണ്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നമ്മുടെ പാർട്ടി പോലെ അല്ലാതെ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് സാഹിത്യ പ്രവർത്തനങ്ങളിൽ CR മഹേഷ് അവർക്ക് ഒരു കൈത്താങ്ങായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതായി സംസാരിക്കുന്നതിന് വേണ്ടി KPCCയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി, നമ്മുടെ നാട്ടുകാരനും നമ്മുടെ സുഹൃത്തും ഒരുമിച്ച് കോളേജിൽ കിടന്ന് അടികൂടിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ നേതാവിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുക. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സംസ്കാര സാഹിതിയുടെ ചടയമംഗലം ചെയർമാൻ, അദ്ദേഹം പ്രസംഗിച്ചു വന്നപ്പോൾ ഞാനും പ്രഹ്ലാദനുമായി കോളേജിൽ കിടന്ന് അടിപിടി. ശരിക്കും സത്യമാണ്, നമ്മൾ തമ്മിലല്ല അടി. പക്ഷെ അദ്ദേഹം CPM എറിഞ്ഞ ബോംബ് പിടിച്ചിട്ടുള്ള ആളാണ്. പ്രിയപ്പെട്ട സംസ്ഥാന ചെയർമാൻ ശ്രീ CR മഹേഷ് MLA, നമ്മുടെ എല്ലാവരെയും പേര് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നീണ്ടുപോകും, അല്ലേ? പറയണ്ടല്ലോ. നമ്മുടെ മുദ്രാവാക്യം തന്നെ ലഹരിക്കെതിരായിട്ടുള്ള കലയാണ് ലഹരി എന്ന മുദ്രാവാക്യമാണ്. ഏറ്റവും നല്ല ഒരു സ്ലോഗനാണ്. അപ്പം നാട് മുഴുവനും ലഹരിക്കെതിരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മുഴുവനും ലഹരി വിരുദ്ധ പ്രചാരണം, സന്ദേശ ജാഥകൾ ഒക്കെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിലമേൽ MC റോഡിലും മന്ത്രിമാരൊക്കെ വന്ന് ജാഥ നടത്തിയതാണ്. മന്ത്രിമാർ വന്നില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് ജനപ്രതിനിധികളും
നിലമേൽ പഞ്ചായത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ചേർന്ന് കുടുംബശ്രീയും തൊഴിലുറപ്പും ആശാവർക്കർമാരും എല്ലാം കൂടി ഒരു ജാഥ നടത്തിയിരുന്നു. അതുപോലെ കുട്ടികളെ കൊണ്ട് ജാഥ നടത്തിക്കുന്നു. പലരും ലഹരി വിരുദ്ധ പ്രചരണം, ജാഥകൾ, പ്രതിജ്ഞകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഈ നടത്തുമ്പോഴും മറു സൈഡിൽ ഇതിൻ്റെ കച്ചവടവും നടക്കുന്നുണ്ട്. ഈ കച്ചവടം നടത്തുന്ന ആളുകൾ തന്നെ വന്ന് നമ്മളെയൊക്കെ വിളിച്ചു കൂട്ടി ജാഥയെ നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ UDF ഭരിച്ചിരുന്ന കാലഘട്ടം, നമ്മുടെ രാഷ്ട്രീയം പറയല്ല, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായിരുന്ന ഘട്ടത്തിൽ ക്യാമ്പസുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് ഇതിന്റെ ഉറവിടത്തിലേക്ക് നീങ്ങി ലഹരിയെ അമർച്ച ചെയ്യുവാൻ നടത്തിയ വലിയ ഒരു ശ്രമമുണ്ട്. ഇത് വലിയൊരു അളവോളം വിജയിച്ചു. പിണറായി വിജയൻ അതിന്റെ ആദ്യ സർക്കാരിൽ നമുക്ക് അത്ര വലിയൊരു ലഹരി ആരംഭത്തിൽ, തുടക്കത്തിൽ ഒരു വലിയ ലഹരി വ്യാപനം കേരളത്തിലുണ്ട് എന്ന് തോന്നിക്കാത്ത അതിന് കാരണം ശ്രീ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്നെടുത്ത ഏറ്റവും ഗംഭീരമായ തീരുമാനം. കാരണം അതിന് പോലീസ്, അതിന് എക്സൈസ്, അതിന് PTA, അധ്യാപക സംഘടനകൾ, ജനങ്ങൾ, പഞ്ചായത്തുകൾ എല്ലാവരെയും ആത്മാർത്ഥമായി അതിനുവേണ്ടി സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഇവിടെ ഇപ്പൊ കടക്കൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ. കടക്കൽ ബസ് സ്റ്റാൻഡിലിട്ട് തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് 2 കോടി വില വരുന്ന ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചു. അതിന്റെ കേസ് എന്തായെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം 1 കിലോ കഞ്ചാവ് പിടിച്ച 10 ഗ്രാം കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞ് കേസെടുത്ത് വിടുന്ന ആളാണ്. അപ്പൊ വേടന്റെ പേരിൽ കേസെടുത്ത് വേടനെ മൊത്തം ഈ നാട്ടിന് മൊത്തം കയ്യാമം വെച്ച് കൊണ്ട് നടന്ന പോലീസാണ്, അല്ലെങ്കിൽ എക്സൈസാണ്. നാട്ടില് വ്യാപകമായ ലഹരി ഇന്ന് നടക്കുകയാണ്. ഇത് ആരുടെ വീട്ടിൽ വരും എന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മളെ ആ മക്കളൊക്കെ ഉള്ള പെൺകുട്ടികളിലേക്കും വരെയാണ്, നഗരങ്ങളിലേക്ക് പെൺകുട്ടികളിലേക്കും വരെയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഇന്നലെ റിയാസ് ഉദ്ഘാടനം ചെയ്ത, നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത മാനവീയം റോഡ്, വലിയ 12 സ്മാർട്ട് റോഡുകളിൽ മാനവീയം റോഡ് എന്ന് പറഞ്ഞ റോഡിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാം, വൈകുന്നേരം ആവുമ്പം അരണ്ട ലൈറ്റ്, അതായത് ചില വലിയ ബാറുകളിൽ വലിയ ലൈറ്റ് കാണുന്നില്ല, ചെറിയ ലൈറ്റ് കാണും, ഇരുട്ടായി. അതേപോലെ അരണ്ട ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു മാനവീയം വീതി ഇട്ടിട്ടുണ്ട്. വൈകുന്നേരത്ത് അവിടെ ചെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അതുവഴി നടന്നാൽ നമുക്കറിയാം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വന്ന് ഈ പോസ്റ്റിന്റെ അവിടെ വന്നങ്ങ് ഇരിക്കുകയാണ്. ഇത് ജീവനുണ്ടോയെന്ന് നമ്മൾ തൊട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ. പ്രതിമകൾ, സ്റ്റാച്ചു ഇരിക്കുന്നതൊക്കെയാണ്. കൊച്ചുകുട്ടികളൊക്കെ ഇതൊന്ന് തൊട്ട് നോക്കിയാൽ അപ്പോഴേ ഒരു വാ കീറി ഈ രക്തം തുപ്പുന്ന പോലെയുള്ള ലഹരികൾ ഉപയോഗിച്ചാണ്. ഇത് ചെറിയ ലഹരിയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോ സംസ്കാര സാഹിതിയുടെ ചെയർമാനായി CR മഹേഷ് വന്നതിന് ശേഷം കലയാണ് ലഹരി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇതുപോലെ വളരെ മനോഹരമാണ്, ഇതൊരു ആൽമര തണലില് നമ്മുടെ ഈ എല്ലാ സുഹൃത്തുക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു നല്ല കലാകാരന്മാരാണ്, മിടുക്കന്മാരായ കലാകാരന്മാർ എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും മികച്ച കലാകാരന്മാരാണ്. ആ കലാകാരന്മാരായിട്ടുള്ള ആളുകളെ, പ്രതിഭകളായിട്ടുള്ള ആളുകളെ ആദരിച്ചുകൊണ്ട് നല്ല ഒരു ടീം എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തി. ഇവിടെ സൗഹൃദ സദസ്സുണ്ടായി. കുട്ടികളുടെ നല്ല മിടുക്കികളായ 2 മക്കൾ അവർ നല്ല ഗാനം ആലപിച്ചു. അവരുടെ കലാപരിപാടി വിമുക്തി പ്രതിഭകളാണവർ. അതുപോലെ മറ്റ് സുഹൃത്തുക്കളും ഇവിടെ പരിപാടി അവതരിപ്പിച്ചു. ഒരു രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയ പ്രചരണത്തിന് അതീതമായി ഒരു പൊതു സന്ദേശം നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം, അതിനു വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ശ്രീ CR മഹേഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നാന്ദി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയാം ഒരു ഏറ്റവും നല്ലൊരു നാടകം കേരളത്തിൽ വന്നിട്ടുണ്ട്. മുച്ചൂട്ടുകിളിക്കാരന്റെ മകൾ അല്ലേ, നമ്മുടെ അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ എറണാകുളത്ത് പോയിരുന്നു. നാടകം ഞാൻ കണ്ടതാണ്.
ഗംഭീരമായൊരു നാടകമാണ്. നമുക്ക് ചടയമംഗലത്ത് എവിടെയെങ്കിലും ആ നാടകം ഒന്ന് കളിക്കണം. അതിന് ഒത്തിരി ഒരു ആളുകൾ വരും, നമ്മൾ കൂട്ടേണ്ട കാര്യമല്ല. നല്ലൊരു നാടകമാണ് ആ നാടകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സദസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒത്തിരി അവാർഡുകൾ, പുരസ്കാരങ്ങൾ അത് കിട്ടിയിട്ടുണ്ട്. അത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയായി സംസ്കാര സാഹിതി മാറുകയാണ്. അതുപോലെ എബി പാപ്പച്ചൻ, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ഗാനം കോൺഗ്രസ് ആണ് ഭാരതം എന്ന ഗാനം കേരളത്തിൽ എവിടെ ചെന്നാലും ഹിറ്റായ ഒരു പാട്ടാണ്. കോൺഗ്രസിനെ കുറിച്ച് ഏത് പൊതുസമ്മേളനത്തിലും ഈ ഗാനം നമ്മുടെ യാത്രകളിലൊക്കെ നമ്മൾ ധാരാളം ഇട്ടിട്ടുള്ള കോൺഗ്രസ് ആണ് ഭാരതം എന്ന ആ പാട്ട് ഹിറ്റായാണ്. അദ്ദേഹം ആണ് ഇതിന്റെ ജില്ലാ പ്രസിഡന്റ്. തീർച്ചയായിട്ടും ഇവിടെ ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രഹ്ലാദിന്റെ നേതൃത്വത്തിൽ ശ്രീ RC അജീഷിന്റെയും ജനിമോൻ കാരിച്ചനെ അടക്കമുള്ള എല്ലാവരുടെയും, കടക്കൽ താജുദ്ദീൻ അടക്കമുള്ള എല്ലാവരുടെയും നേതൃത്വത്തിൽ ശ്രീ രാകേഷ് ചടയമംഗലത്ത് ഉൾപ്പെടെയുള്ള ഒരു നല്ല ടീം ഇതിനുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഇവിടെ ഈ കലയാണ് ലഹരി എന്ന ഈ മുദ്രാവാക്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടും അതിനു വേണ്ട എല്ലാ പിന്തുണയും അകമഴിഞ്ഞ് നമുക്ക് നൽകാമെന്ന് കൂട്ടായി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ജില്ലാ ചെയർമാൻ ശ്രീ എബി പാപ്പച്ചൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരും ബഹുമാന്യരുമായ വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹനിധികളായ കലാസ്നേഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു കളറ് സംഭവമാണ്. പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി വ്യത്യസ്തതയോടുകൂടി അവതരിപ്പിച്ച ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വളരെ ഹൃദ്യമായ ഒരു അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പലപ്പോഴും ഇത്തരം വേദികൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. രാഷ്ട്രീയ യോഗങ്ങൾക്കപ്പുറം കലാകാരന്മാരെയും കലയെ സ്നേഹിക്കുന്ന ആളുകളെയും ചേർത്ത് പിടിക്കുകയും അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണയ്ക്ക് ഈ അവസരത്തിൽ സംസ്കാര സാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള വലിയ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട നസീർ ഖായെ പോലെ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഈ വേദിയിൽ എത്തിച്ചേർന്നതിലുള്ള സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. സാധാരണ മീറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു പാട്ടുപാടി, നമ്മുടെ സംസ്കാര സാഹിത്യയുടെ പരിപാടിയാകുമ്പോൾ പാട്ടും കലാപരിപാടികളും ഒക്കെയാണല്ലോ പ്രധാനം. ഒരു പാട്ടുപാടി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലെത്തി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ നിന്നിരയും ധീര രക്തസാക്ഷികൾ. രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ നിന്നിരയും ധീര രക്തസാക്ഷികൾ. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തൻ കിനാക്കളല്ല ഞങ്ങൾ സഫലമാക്കിടും. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ടു പിന്മുറ, നിങ്ങൾ തൻ കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടും. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം വാനിലുയർ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. നമ്മളൊത്ത്. താങ്ക് യു വെരി മച്ച്. الله أكبر الله أكبر الله
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അലൽ സ്വലാത്ത് ഹയ്യ അലൽ സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധ്യനായ MLA അവരുടെ ക്ഷണിക്കും. പ്രിയങ്കരനായ അധ്യക്ഷൻ സംസ്കാര സാധ്യതയുടെ ചടയമംഗലം നിയമമണ്ഡലം ചെയർമാൻ ശ്രീ പ്രഹ്ലാദൻ അവറുകൾ, എൻ്റെ പ്രിയങ്കരനായ നേതാവ് KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ അവറുകൾ, ജില്ലാ ചെയർമാൻ ശ്രീ എബി പാപ്പച്ചൻ അവറുകൾ, ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ SM ഇക്ബാൽ അവറുകൾ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകിയ ഇതുമായി താല്പര്യമുള്ള DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ D ചന്ദ്രബോസ് അവറുകൾ, പ്രിയപ്പെട്ട സുഹൃത്ത് DCC ജനറൽ സെക്രട്ടറി VTCB അവറുകൾ, കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ അവറുകൾ, തുടർന്നുള്ള മണ്ഡലം പ്രസിഡന്റ് SR വിനോജ് അവറുകൾ, സംസ്കാര സാഹിതിയുടെ നിർവാഹക സമിതി അംഗങ്ങൾ പ്രിയപ്പെട്ട ശ്രീ RC അജീഷ്, പ്രിയപ്പെട്ട അഭിലാഷ് പുരുഷോത്തമൻ, പ്രിയങ്കരിയായ R രശ്മി അവറുകൾ, ജില്ലാ ഭാരവാഹികളായ ശ്രീ കടക്കൽ താജുദ്ദീൻ അവറുകൾ, ശ്രീ R രാജേഷ്, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷമീന, പ്രിയപ്പെട്ട സുഹൃത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AM റാഫി അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ MS ഹരികൃഷ്ണൻ, പ്രിയങ്കരനായ ശ്രീ സൈറസ് പോൾ അവറുകൾ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ റിയാസ് ചിത്ര, മറ്റ് പ്രിയപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയ പരിപാടി അല്ലാത്തതുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കാം. വളരെ സന്തോഷമുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ഈ പ്രദേശത്ത് രാവിലെ തന്നെ ഇത്രയും ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് സംസ്കാര സാഹചര്യം ഒരു പരിപാടി നടത്തിയത്, അതും ഗംഭീരമായി സംഘടിപ്പിച്ച ഇവിടുത്തെ നിയോജകമണ്ഡലം കമ്മിറ്റിയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഒപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയത് 2 കലാകാരികളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലയയും സഹോദരി ഡിഗ്രി അറബിക്കിന്, അത് തന്നെ വ്യത്യസ്തതയാണ്. ദിയ രാജേഷ്, അവരുടെ പിതാവും ഒരു കലാകാരനാണ്. ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള കുടുംബമാണ്. രക്തത്തിൽ അത് തന്നെയാണ്, ഒരു കലർപ്പുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അത്ഭുതത്തോടെ ആസ്വദിച്ചാണ് അവരുടെ പരിപാടി കണ്ടത്. തീർച്ചയായിട്ടും നാളുകളിൽ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ കേരളത്തിൽ അറിയപ്പെടുന്ന 2 കലാകാരികളായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 2 കുട്ടികളുടെയും ഇനി അങ്ങോട്ടുള്ള മുഴുവൻ കലയ്ക്കും പഠനത്തിനും വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും, അതായത് സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റി ഈ കുട്ടികളെ 2 പേരെയും ഏറ്റെടുത്തിരിക്കുന്ന സന്തോഷകരമായ ആവശ്യമുള്ളതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ വീട്ടിലെത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ആശയവിനിമയം ഉണ്ടാകും. അവരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം, നമ്മുടെ നാടിൻ്റെ അഭിമാനമാകണം. ഒരു ആശങ്കയും ഒരു സങ്കോചവും ഇല്ലാതെ ഇത്രയും ആളുകളുടെ മധ്യത്തിൽ
വളരെ മനോഹരമായി പാട്ടും ശബ്ദവും അനുകരണവും എല്ലാം എടുത്ത് വളരെ അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ ആ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം വളരെ വർഷക്കാലം നാടക പ്രവർത്തകനായ ശ്രീ അനീഷ് കാട്ടാമ്പള്ളി, അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്ത പരിചയമൊന്നുമില്ല. അദ്ദേഹം എങ്ങനെയോ എന്നെ കണ്ടാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും സഹായം ലഭിക്കും എന്നുദ്ദേശിച്ച് ഞാനുമായി ബന്ധപ്പെട്ടതാണ്. വളരെ വർഷക്കാലമായി നാടകത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് നാടകക്കാർക്ക് ഉള്ള മിച്ചം ഇതാണ്. പോകുന്ന പോക്കിൽ ശരീരം തളർന്ന് അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മറ്റസുഖങ്ങൾ വന്ന് വീണുപോയാൽ ആ കുടുംബം അനാഥമായി പോകും. വളരെ തുച്ഛമായ പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്ന കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ ലഭിക്കുന്ന ആസ്വാദനമാണ്. ആസ്വാദനത്തിൽ സംതൃപ്തി അടയുന്നതാണ് അതിൻ്റെ ധനവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കലാകാരനാണ് അദ്ദേഹവും. നമ്മുടെ ഒരു ചെറിയ ഒരു സമ്മാനം, ആ സമ്മാനത്തിൻ്റെ തുകയുടെ വലിപ്പമല്ല, ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു സന്ദേശം. ധൈര്യമായിരിക്കൂ, നമ്മൾ എത്രയും പേരില്ലേ, പിന്നെ ഇതിനാണ് വിഷമിക്കുന്നത്, ഞങ്ങൾ നോക്കാം എന്നൊരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സമ്മാനം ഏറ്റുവാങ്ങാൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനൊരു പ്രസംഗം നടത്തുന്നില്ല. ഇപ്പോൾ ഇവിടെ കലയാണ് ലഹരി. കലയൊരു ലഹരിയാണ്. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഒരു വസ്തുവിനോട് അമിതമായി ഉണ്ടാകുന്ന ഒരു ഭ്രമം, താല്പര്യം. പ്രേമിച്ചിട്ടുള്ളവർക്കറിയാം, പ്രണയിച്ചിട്ടുള്ളവർക്കറിയാം. പ്രണയം കയറി തലയ്ക്ക് പിടിച്ചാൽ പിന്നെ അതാണ് ഒരു ലഹരി. ആരെങ്കിലും നമ്മളെ കുലുക്കി വിളിക്കാതെ എപ്പോഴും ആ പെൺകുട്ടിയെ ഓർത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആൺകുട്ടിയെ ഓർത്തുകൊണ്ടിരിക്കും. പ്രണയം ഒരു ലഹരിയാണ്. കവിത ഒരു ലഹരിയാണ്. ഫുട്ബോൾ ഒരു ലഹരിയാണ്. ചിലർക്ക് യാത്ര ഒരു ലഹരിയാണ്. വായന ഒരു ലഹരിയാണ്. നാടകം ഒരു ലഹരിയാണ്. സിനിമ ഒരു ലഹരിയാണ്. പ്രഭാഷണം നടത്തുന്നതും കേൾക്കുന്നതും ഒരു ലഹരിയാണ്. അങ്ങനെ 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 ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ലഹരിയിൽ എല്ലാവരും തൽപരരാകണം എന്നുള്ളതാണ്. നമ്മൾ ലഹരി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ആദ്യം കുറച്ചാൾ മുമ്പ് വരെ മദ്യമായിരുന്നു, പിന്നെ കഞ്ചാവായി, ഇപ്പോൾ ലഹരി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ MDMA ആണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പം അങ്ങനെ നമ്മളെ മനസ്സിനെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന ആ വസ്തുവിൻ്റെ പേര് മാത്രമല്ല ലഹരി. അതിനിപ്പുറത്ത് അതിൻ്റെ ഇപ്പുറത്തെ വശത്തെ ഏത് പൂരിപ്പിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒന്നും പണി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു സാംസ്കാരിക മേഖലയിൽ, കലാമേഖലയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് നമ്മളെക്കാൾ ഇരട്ടി ഊർജ്ജമാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ അറിഞ്ഞ കാര്യം നമ്മുടെ മക്കൾ 5ാം ക്ലാസ്സിൽ അറിയുകയാണ്. അപ്പം അധികമായി ലഭിച്ച ആ ബുദ്ധിയും കഴിവും ഏതെങ്കിലും ഒരു ലഹരിയിലേക്ക് മാറ്റപ്പെട്ടില്ലെങ്കിൽ, ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ ചെസ്സിലേക്ക് അല്ലെങ്കിൽ കബഡിയിലേക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റിലേക്ക് അല്ലെങ്കിൽ നാടകത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് അധികമായി ഇപ്പം അവൻ്റെ തലച്ചോറിൽ നിക്ഷേപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ വന്നിരിക്കുന്ന ആ ഊർജം, ആ ശേഷി മറ്റ് അനാവശ്യ അസാൻമാർഗിക ക്രിമിനൽ മേഖലയിലേക്ക് ഉപയോഗിക്കും. അപ്പം അങ്ങനെ കുട്ടികൾ വഴുതി പോകാതിരിക്കാൻ എല്ലാവരെയും, ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരൻ പ്രകാശ് കുട്ടൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒത്തുകൂടി. പ്രകാശ് കുട്ടൻ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്, നല്ലതുപോലെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ പ്രകാശ് കുട്ടൻ ഇപ്പോൾ ശാരീരികമായ അവശതയൊക്കെ അനുഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഒരു പ്രഖ്യാപനം നടത്തി, ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കരുത്, ഞാനിതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്, എൻ്റെ ലഹരി ഇനി മുതൽ നാടൻ പാട്ടാണ് എന്ന് പ്രകാശ് കുട്ടൻ പ്രഖ്യാപിച്ചു. അപ്പോൾ പാട്ടാണ് ലഹരി എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ കലയാണ് ലഹരി. ഇനി അടുത്ത അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും കലയുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് നടക്കുന്നത്. എല്ലാവരും സംസ്കാര സാഗരിയിൽ അംഗമാകണം. 500 രൂപയാണ് അംഗത്വ ഫീസ്. ഈ 500 രൂപ അംഗത്വ ഫീസ് ലഭിക്കുന്നത് ഈ സംഘടനയ്ക്ക് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ നാടക കലാകാരനെ പോലെ കേരളത്തിലെമ്പാടും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ ജീവിക്കാൻ പോലും, ആഹാരത്തിന് പോലും മാർഗമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാമ്പത്തികം നമ്മൾ കണ്ടെത്തുന്നത്. നാടകത്തിൻ്റെ കാര്യം നസീർക്ക് ഇവിടെ സൂചിപ്പിച്ചു. ഒരുപക്ഷെ മലയാള നാടക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ട് എല്ലാ കാലത്തും എല്ലാവർക്കും വായിക്കാവുന്ന ഒരു കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ടുകാരിക്കാരൻ്റെ മകൾ. അതിൻ്റെ മനോഹരമായ നാടക ആവിഷ്കരണം ഇപ്പോൾ ഈ 17-ാം തീയതി ആകുമ്പോൾ 215ാമത്തെ വേദിയാണ്. 215 ദിവസങ്ങളായിട്ടാണ്. പണ്ടൊരു ദിവസം 2-3 നാടകം കളിച്ചപ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഒരു ദിവസം ഒരു നാടകം കളിക്കാൻ പറ്റും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മലയാള പ്രൊഫഷണൽ നാടകം 215 വേദികളിൽ കളിക്കണമെങ്കിൽ എത്രത്തോളം ആ നാടകത്തെ ആളുകൾ നെഞ്ചേറ്റി എന്നുള്ളതാണ്. അപ്പം ഇവിടെ നസീറൊക്കെ സൂചിപ്പിച്ചതുപോലെ
പരമാവധി ആളുകളെ ആ നാടകം കാണിക്കുക, അവരെ ആ നാടകത്തിന്റെ ആസ്വാദനം രുചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചടയമംഗലത്തിൽ നമുക്ക് ആ നാടകം നടത്തണം. ഇപ്പോൾ മലയാളത്തിൽ നടത്തിയിട്ടുള്ള നടത്താത്തപ്പോൾ നടത്തണം. അത് വേറൊരു സംഘടനയാണ്, നമ്മൾ നടത്തിയിട്ടില്ലല്ലോ. അതാ ഈ 215 പേര് നമ്മൾ നടത്തിയതല്ല. കൂടുതലും ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള സഹോദരന്മാർ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ, അവർ നടത്തിയിട്ടുള്ള വായനശാലകളിലാണ് ഇതിന് വേദികൾ കിട്ടിയത്. EMS സാംസ്കാരിക സമിതി പരവൂർ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. അവിടെ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് ഉച്ചക്കളിക്കാരൻ്റെ വാങ്ങുകയാണ്. അഡ്വക്കേറ്റ് വെഞ്ഞാറമൂടി രാമേന്ദ്രൻ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നടത്തിയ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ അവാർഡ് നമുക്കാണ്. ഇവിടെ കടക്കിൽ കൈരളി അവിടെയും നല്ല മത്സരമായിരുന്നു. അവിടെയും 1ാം സ്ഥാനം നമ്മുടെ നാടകത്തിനാണ്. മെഡിമിക്സ് എന്റെ ഓണറുടെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തിയ ബീച്ച് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടത്തിയ നാടക മത്സരത്തിൽ 50,000 രൂപ 1ാം സമ്മാനം ഉച്ചക്കെടുക്കുന്നവർക്കാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ അച്ഛന്മാർ നടത്തിയ ഏറ്റവും വലിയൊരു നാടക മത്സരം, അവിടെയും ഫസ്റ്റ് പ്രൈസ് 50,000 രൂപ ഉച്ചക്കെടുക്കാനുമാർക്കാണ്. എറണാകുളം POC പാലാരിവട്ടം, അത് അച്ഛന്മാരുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരമാണ്. അവിടെയും ഉച്ചകളിക്കാരനുമാർക്കാണ് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അക്കാദമി നാടക മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ നാടകം സമർപ്പിച്ചിരിക്കുകയാണ്. 18-ാം തീയതി അറിയാം നമുക്ക് സെലക്ഷൻ ഉണ്ടോ ഇല്ലയോ. 25-ാം തീയതി മുതൽ നാടക മത്സരം അക്കാദമി സംഘടിപ്പിക്കുക. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ഈ വർഷത്തെ മലയാളം ഇത്രയേറെ അവാർഡ് കിട്ടിയ, ഇത്രയേറെ ജനം ഏറ്റെടുത്ത ഒരു നാടകത്തിന് അവാർഡ് തന്നില്ലെങ്കിൽ അത് അക്കാദമിക്ക് തന്നെ ക്ഷീണമാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ പ്രതീക്ഷിക്കുകയാണ് ഈ വർഷത്തെ മികച്ച നാടകം നമ്മുടേതായിരിക്കും എന്നുള്ളത്. ലഹരിക്കെതിരായിട്ട് ഞാനും മറ്റു പല ഭരണപക്ഷി പ്രതിപക്ഷത്തിനകത്തൊന്നും നമുക്കൊരു പ്രകടമായ രാഷ്ട്രീയമില്ല, എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട അമ്പാന് എന്ന് പറയുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള വളരെ മനോഹരമായ, ഇതുപോലെ തന്നെ മനോഹരമായ 40 മിനിറ്റുള്ള ഒരു നാടകം അതിന്റെ പ്രവർത്തനം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആയിരക്കണക്കിന് വേദികളിൽ ആളുകളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് കയറിക്കൂടുന്ന, ആ നാടകം കണ്ട ആള് പിന്നെ ലഹരി ഉപയോഗിക്കാത്ത തരത്തിൽ ആശയപരമായി കരുത്തുറ്റതാക്കുന്ന ഒരു നാടകം നമ്മൾ അണിയറയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ നാടിനെ ബാധിക്കുന്ന പണ്ട് ഒക്കെ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുകയും സമൂഹത്തെ തിരുത്തുകയും നേർവഴിക്ക് നടത്തുകയും ചെയ്തത് KPSC പോലെയുള്ള നാടക സംഘങ്ങൾ, സാംബശിവനെ പോലെയുള്ള ഖാദികർ, എഴുത്തുകാർ, ചിന്തകർ, പ്രാസംഗികർ, പ്രഭാഷകർ, അവരൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഭരണകാലത്ത് കലാപ്രവർത്തനം പ്രതിപക്ഷ പ്രവർത്തനമാണ്. പ്രതിപക്ഷ പ്രവർത്തനമാണ്. നമ്മൾ പ്രതിപക്ഷം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ VD സതീശനാണ് ഓർമ്മ വരുന്നത്. പ്രതിപക്ഷം എന്ന് കേൾക്കുമ്പോൾ അതല്ല പ്രതിപക്ഷം. പ്രതിപക്ഷം എന്ന് പറയുന്നത് എഴുതുന്നത്, വായിക്കുന്നത്, ചിന്തിക്കുന്നത്, അഭിപ്രായം പറയുന്നത്, നാടകം കളിക്കുന്നത്, ഇതെല്ലാം നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിക്കെതിരായി വർത്തമാനം പറയും. ആ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനെതിരായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിലവിലിരിക്കുന്ന ഭരണകൂടം BJP ആണെങ്കിൽ BJPക്കെതിരായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വിശാല അർത്ഥത്തിൽ ഭരണകൂടം ചിന്തിക്കാതെ കലാകാരന്മാരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് പലരും വായില്ല കുന്നിലപ്പന്മാരായി മാറിയിരിക്കുന്നത്. എന്നുവെച്ചാൽ മിണ്ടാട്ടമില്ല. എന്ത് വൃത്തികേട് സമൂഹത്തിൽ നടന്നാലും ഒരു സാംസ്കാരിക നായകന്മാരും ഒരു പ്രതിഭകളും പ്രതികരിക്കാത്തതിന്റെ കാരണം അതാണ്. ഇപ്പൊ KPSC കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന നാടക സമിതിയാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം 1957 KPSC അവതരിപ്പിച്ച് കേരള ഒട്ടുക്ക നാടകം ഒരു തരംഗമായി ആളുകളെല്ലാം ആ നാടകത്തെ ഹൃദയത്തിലേറ്റി, ആ നാടകത്തിന്റെ അവസാനം ആ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം പരമുള്ള ആ കൊടിയിഞ്ഞ് താ എന്ന് പറയുന്ന രംഗം, പിന്നീട് ആ നാടകം കണ്ട 1000 പേര് കമ്മ്യൂണിസ്റ്റായാണ് വീട്ടിലേക്ക് പോകുന്നത്. അത്രയേറെ കാമ്പുള്ള ജനമനസ്സുകളെ സ്വാധീനിക്കാൻ ആ നാടകത്തിന് കഴിഞ്ഞു. ആ നാടകത്തിലൂടെ ഒരു ഭരണം കിട്ടി. കേരളത്തിൽ ഇന്ത്യയിലെമ്പാടും കോൺഗ്രസിന് അനുകൂലമായ, ജവഹർലാൽ നെഹ്റുവിന് അനുകൂലമായ ഒരു തരംഗം അലയടിച്ചപ്പോൾ, ആഞ്ഞടിച്ചപ്പോൾ കേരളത്തിൽ മാത്രം വ്യത്യസ്തമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്നത് അത്ഭുതത്തോടെ നോക്കിക്കണ്ട നെഹ്റു അതിനെക്കുറിച്ച് പഠിച്ചു, അന്വേഷിച്ചു. എന്നിട്ട് ഈ KPSCയെയും തോപ്പിൽ പാസിയെയും മുഴുവൻ കലാകാരന്മാരെയും ഡൽഹിയിൽ വിളിപ്പിച്ച് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം കളിപ്പിച്ചു. അദ്ദേഹം ഫ്രണ്ടിൽ നിന്ന് നാടകം കണ്ടു, നാടകം ആസ്വദിച്ചു, കൈയടിച്ചു. ആ നാടക കലാകാരന്മാർക്കെല്ലാം സമ്മാനം കൊടുത്തു. അതായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ പാരമ്പര്യം. അവിടെ നിന്നാണ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നത്. ഇന്ന് ഭരണകൂടത്തിനെതിരായിട്ട് ആരെങ്കിലും എഴുതിയാൽ, ആരെങ്കിലും മിണ്ടിയാൽ, കവിത ചൊല്ലിയാൽ, പ്രസംഗിച്ചാൽ അവരെ എല്ലാം നിശബ്ദരാക്കുന്ന, ചങ്ങലയ്ക്കിടുന്ന ഒരു സമീപനം ഈ വർത്തമാന കാലത്ത് എമ്പുരാൻ സിനിമ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും തിരുത്തൽ വരുത്തേണ്ടുന്നത്
രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്ത് കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു തിരുത്തൽ ശക്തിയായി സമൂഹത്തിൽ വന്ന് ഭവിക്കുന്ന എല്ലാ ദുഷിപ്പുകൾക്കുമെതിരായി നമുക്ക് ഈ കലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലയാണ് ആയുധം, കലയാണ് നമ്മുടെ പരിച എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി ഇത്രയും മനോഹരമായ ഒരു പരിപാടി ശനിയാഴ്ചയായിട്ടും രാവിലെ എല്ലാവർക്കും തിരക്കുകളുള്ള ദിവസമാണ്. ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ പ്രകൃതിയോടും സമൂഹത്തോടും പൊതുജനങ്ങളോടും ലയിച്ച് ചേർന്ന് കിടക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ച സംസ്കാര സാഹിതി ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഈ കലാകാരന്മാരെയും ആദരിക്കുന്ന ചടങ്ങാണ്. അത് ബഹുമാന്യനായ MLA ആദരിക്കുന്നവരുടെ പേര് വിവരങ്ങൾ പ്രിയങ്കരനായ വിനോദ് എന്ന് പറയും. ആദ്യം ഇവിടെ ആദരിക്കുന്ന അനിൽ ആയൂരാണ്. നമ്മുടെ ഈ വേദിയിൽ രാവിലെ മുതൽ വളരെ മനോഹരമായ രീതിയിൽ നാടൻ പാട്ട് പാടി നമ്മുടെ വേദി ധന്യമാക്കിയ അനിൽ ആയൂർ മിമിക്രി ആർട്ടിസ്റ്റാണ്, നാടൻ പാട്ട് കലാകാരനാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് ക്ഷണിക്കുന്നു. അടുത്ത നമ്മുടെ അനീഷ് കാട്ടാമ്പള്ളിയാണ്. അനീഷാണ് നമ്മുടെ നാടക കലാകാരൻ. അനീഷിന് ചെറിയൊരു കൈത്താങ്ങും ഒപ്പം ആദരിക്കൽ കൂടി നമ്മുടെ MLA നൽകുന്നു. അനീഷിന് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അടുത്തത് നമ്മുടെ മുതിർന്ന നേതാവ് ശ്രീ മണ്ണൂർ ബാബു. 42 വർഷക്കാലം സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായി മാറി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ശ്രീ മണ്ണൂർ ബാബു സാറിനെ 42 വർഷത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ആദരിക്കും. അടുത്തത് ശ്രീ നിഷ്കളൻ കാട്ടാമ്പള്ളി. ഗ്രന്ഥകർത്താവാണ്. 6 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 3 ഖണ്ഡകാവ്യങ്ങൾ, 3 കവിതാ സമാഹാരങ്ങൾ. കാട്ടാമ്പള്ളി ശ്രീ നിഷ്കളൻ. അടുത്തത് കാട്ടാമ്പള്ളി സലിൽകുമാറാണ്. സലിൽകുമാർ കാട്ടാമ്പള്ളി സീരിയൽ സിനിമ നടനാണ്. സൂര്യ TV ഇപ്പോഴും ഉണ്ട്. മഴവിൽ മനോരമയിലെ വീട്ടിലേക്ക് വിളക്ക് എന്ന സീരിയലുണ്ട്. ഏകദേശം 30 സീരിയലിൽ പുറത്ത് അഭിനയിച്ചു. നമ്മുടെ കാട്ടാമ്പള്ളി സ്വദേശിയാണ്. നമ്മുടെ IPS നേടിയ സുശ്രീയുടെ അച്ഛന്റെ സഹോദരനാണ് കാട്ടാമ്പള്ളി ദേശം. അടുത്ത തേരിക്കോട് ഈസ്റ്റ് കുഞ്ഞാണ്. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 48 വർഷക്കാലത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സൂര്യ തേജസ്സായി പരിശോധിക്കുന്ന അദ്ദേഹം 1976 ആരംഭിച്ച കവിതാ സ്കൂൾ ഇപ്പോഴും അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ശ്രീ തേരിക്കോട് ഈസ്റ്റ് ശ്രീമതി രത്നമ്മ ശശിധരൻ കവയത്രിയാണ്. 61 കവിതകൾ അടങ്ങിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീമതി രത്നമ്മ ശശിധരൻ വയല ഉള്ളതാണ്. ഇവിടെ നേരത്തെ പാടിയ നമ്മുടെ പ്രസാദ് കലാകാരന്റെ കുടുംബത്തിലെ അമ്മയാണ്. അമ്മ ഈ അടുത്ത കാലത്താണ് കഥ എഴുതി തുടങ്ങിയത്. അത് സജീർ ഖാൻ US ഫിൽഗിരി യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റായിരുന്നു. സാഹിത്യകാരനാണ്. 5 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സജീർ ഖാൻ ഫിൽഗിരി. അലക്സ് മണ്ണൂർ കാർട്ടൂണിസ്റ്റാണ്. അലക്സ് മണ്ണൂർ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. അടുത്ത പുത്തയം സുശീലനാണ്. കൊല്ലം തപസ്യ നാടകത്തിന്റെ പ്രൊഫഷണൽ കലാകാരനാണ്. കാഥികൻ കൂടിയാണ്. 1998 കേരളോത്സവത്തിൽ ഫസ്റ്റ് കഥാപ്രസംഗത്തിൽ ലഭിച്ച പുത്തയം സുശീലൻ. അനിൽ ആഴാവീട് പൊതുപ്രവർത്തകനാണ്. കടയ്ക്കൽ ആൽത്തറമുണ്ടിലുള്ള അനിൽ ആഴാവീട്
ജീവകാരുണ്യ മേഖലയിൽ 8 സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്നു. പത്തനാപുരം ഗാന്ധി ഭവന്റെ ഇപ്പൊ മണൽവട്ടത്ത് ഈ ജംഗ്ഷനിൽ ആരംഭിക്കുന്ന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പത്തനാപുരം ഗാന്ധി ഭവന്റെ ശാഖയുടെ സെക്രട്ടറിയുടെ ചുമതല കൂടി അദ്ദേഹം വഹിക്കുന്നു. അടുത്ത നിസാം മണൽവട്ടം ഗ്രന്ഥശാല പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്, പോലീസിലാണ് ജോലി. നിസാം നമ്മുടെ ഇവിടുത്തെ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കൂടിയാണ്, ഉണ്ടായിരുന്നു. ശ്രീ സുഭാഷ് തുടങ്ങിയ ആർട്ടിസ്റ്റാണ്. നിരവധി വർഷങ്ങളായി നമ്മുടെ പാർട്ടിക്ക് വേണ്ടി എഴുതുന്ന ശ്രീ സുഭാഷ്. അടുത്ത അനിൽ പോയികളുള്ള കരിവൂർ, പ്രശസ്ത സിനിമാ സീരിയൽ ടെലിഫിലിം അവാർഡ് അഭിനേതാവാണ്. 20ഓളം സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കോൺഗ്രസിന്റെ അലേമൺ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്, പഞ്ചായത്ത് മെമ്പറാണ് അനിൽ പൊയ്കവിള. ബാബു തലത്തിൽ കണ്ണപ്പേട്ട, പ്രശസ്ത നോവലിസ്റ്റ്, ചിന്തകൻ, എഴുത്തുകാരൻ തുടങ്ങി പല മേഖലകളിലും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അടുത്ത അനീഷ് ശിലോഷം ചണ്ടപ്പേട്ട, നിമിഷ കവി, സർവകഥ രചയിതാവാണ് അനീഷ് ചണ്ടപ്പേട്ട. ലയ രാജേഷ് പറഞ്ഞു, ലയ രാജേഷ്. ജോസൂട്ടി നമ്മുടെ ഇടിവ പഞ്ചായത്തിലെ നമ്മുടെ അടുത്ത സുഹൃത്താണ്, ചെറുകഥാകൃത്താണ്. ചെറുകഥാ സമാഹാരങ്ങൾ അടങ്ങിയ കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. മലയാള ഭാഷാ സാഹിത്യത്തിൽ മിടുക്കനാണ്. ജെ ഹർലാൽ നമ്മുടെ ആദ്യം ഇവിടെ വന്ദേമാതരം പാടിയ നമ്മുടെ പാർട്ടിയുടെ ബ്ലോക്ക് ഭാരവാഹിയാണ്. ചിത്ര പഞ്ചായത്തിലെ താമസക്കാരൻ, UPS സ്റ്റാഫായിരുന്നു. അടുത്ത കലാം പാങ്ങോട്, KSRTCയിൽ നിന്ന് വിജിലൻസ് ഓഫീസറായി റിട്ടയർ ചെയ്തു. എഴുത്തുകാരനാണ്, സാഹിത്യകാരൻ, കവി. 8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു, 4 കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. കലാം പാങ്ങോട്. അടുത്ത സലാം കുന്നത്ത്, സിനിമാ സീരിയൽ നടൻ, തമിഴ് മലയാളം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇടിവ പഞ്ചായത്തിലെ ചുണ്ടയിൽ ജനിച്ചു. ഇപ്പോൾ 4 തമിഴ് സിനിമകളിൽ അഭിനയിക്കുന്നു. പ്രസാദ് ശർമ്മ, 33 വർഷക്കാലമായ പ്രൊഫഷണൽ സ്റ്റേജ് കലാകാരൻ. KPSC, സൗവർണിക, യവനിക, ശ്രീധന്യ തുടങ്ങി സമിതിയിൽ 12 വർഷക്കാലം അഭിനയിക്കുന്നു. തിരുവനന്തപുരത്തെ ആർട്സ് ഇന്ത്യ നടത്തിയ മത്സരത്തിലൊക്കെ വിജയിച്ച ആളാണ്. അടുത്ത പുള്ളിമൂട്ടിൽ രാജൻ, കുത്തിയോട്ട കലാകാരനാണ്. പുള്ളിമൂട്ടിൽ രാജൻ, ചടയമംഗലത്തും ഉള്ള അഖിൽ ചടയമംഗലം മിമിക്രി കലാകാരനാണ്. ഒരു ചിരി ബമ്പർ ചിരി മഴവിൽ മനോരമയിലെ ആ പരിപാടി അവതരിപ്പിക്കുന്നു. സജീവ് ചടയമംഗലം മിമിക്രി ആർട്ടിസ്റ്റാണ്. ഒരു ചിരി ബമ്പർ ചിരിയിൽ മഴവിൽ മനോരമയിൽ പങ്കെടുത്ത ആളാണ്. അത് ഹരിദാസ് വെളിനെല്ലൂർ, കഥകളി നിരൂപകനാണ്. കഥകളി ക്ലബിന്റെ പ്രസിഡന്റാണ് ഹരിദാസ് വെളിനെല്ലൂർ. ഷിബു കരക്കൽ, കക്കരിശി നാടക ഷാബു കടക്കൽ, കക്കരിശി നാടക കലാകാരനാണ് ഷാബു കടക്കൽ. അടുത്ത ഗോപൻ കടക്കലാണ്, മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ മകന്റെ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. ഗോപൻ കടക്കൽ. ജോബി കാട്ടാമ്പള്ളി, അഖില കേരള ബാലജന സഖ്യത്തിന്റെ മുൻ ഭാരവാഹിയാണ്. തിരക്കഥാകൃത്തൊക്കെയാണ്, എഴുത്തുകാരനാണ്. നമ്മുടെ കോൺഗ്രസിന്റെ ഞാൻ മണ്ഡലം പ്രസിഡന്റാണ്, തൊട്ടു മുമ്പുള്ള മണ്ഡലം പ്രസിഡന്റാണ് ജോബി കാട്ടാമ്പള്ളി. അടുത്തത് ശ്രീ SR ബിനോസ് തുടങ്ങിയവർ 1999 തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും BFA അപ്ലൈഡ് ആർട്സിൽ ഫസ്റ്റ് ക്ലാസോടെ വിജയം നേടിയ ഈ നാടിന്റെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫി രംഗത്ത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഇടുവ പഞ്ചായത്തിലെ ഏക BFA, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടയന്നൂർ മണ്ഡലം പ്രസിഡന്റ്, ജീവിതവും കുടുംബവും പാർട്ടിക്കായിട്ട് ഒഴിഞ്ഞുവെച്ച പ്രിയപ്പെട്ട SRനെ മണൽവട്ടത്തിന്റെ മണ്ണിൽ പ്രിയപ്പെട്ട CR ആദരിക്കുന്നു. നമ്മുടെ ഈ സംസ്കാര സാഹിതിയുടെ മെമ്പർഷിപ്പ് MLAയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കലാം പാമ്പോട്
ദീപക് എസ് തനിമ പബ്ലിക് ലൈബ്രറിയുടെ ഭാരവാഹിയാണ്. നിസാം ചിതറ പെൻഷൻ അസോസിയേഷൻ നേതാവ്. ബാബു വർഗീസ്. ഡൊമിനിക് ആന്റണി വെളിനല്ലോ. കെ സുദർശനൻ പിള്ള. ദിവ്യ RS. രചന BR. സജീന ഷിബു. അഡ്വക്കേറ്റ് ഉഷ ബോസ്. അനിൽ കുഴികവിള. നമ്മുടെ ഒരു ആദരവോടുകൂടി നമ്മുടെ പോലീസ് സേനയിൽ നമ്മുടെ നേരത്തെ ശ്രീ സന്തോഷ് കൂടി മെമ്പർഷിപ്പ് കൊടുക്കണം, ആദരവ് കൂടി നൽകുക. അതുപോലെ നമ്മുടെ ഗിരീഷ് വയല നിരവധി വർഷങ്ങളായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ പടിഞ്ഞാറ വയല വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് ഗിരീഷിനൊരു പൊന്നാട. ഗിരീഷ് മെമ്പർഷിപ്പ് ഗിരീഷ് വയല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ വാർഡ് പ്രസിഡന്റാണ്. വയല വാർഡിന്റെ വാർഡ് പ്രസിഡന്റ് കൂടിയാണ്, കലാകാരനാണ്. നേരത്തെ വിളിച്ച പേരുകൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ശ്രീ സന്തോഷ്. അദ്ദേഹം ക്യാഷ് കൊടുത്ത് മെമ്പർഷിപ്പ് വാങ്ങുകയാണ്. ശ്രീ സന്തോഷ് പോലീസാണ്. അനിൽ പോയികളെയും ക്യാഷ് അടച്ച് സന്തോഷ് പൈസ അടച്ച് മെമ്പർഷിപ്പ് എടുത്തു. ഹാരിസ് വില്ലിക്കുളം. സാംകുട്ടി ജോർജ്. ഇങ്ങനെയൊന്നും ആരെ കാണിക്കാൻ പറ്റും. അബ്ദുൽ സലാം ഒരു പാട്ട് പാടുന്നു. ആദ്യം ഫ്രണ്ടിൽ നിന്ന് മാറ്. മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നതിന് സാംകുട്ടി ജോർജ്. നമ്പർ ഇപ്പൊ ഞാൻ വിളിക്കാം. വീട് അലൈൻമെന്റ് 94 47
17 57 39. അച്ഛൻ്റെ നമ്പർ അച്ഛൻ്റെ പേര് ആർ.ടി. രാജേഷ് ബാബു. രാജേഷ് ബാബു. അനിസ മണലിവട്ടത്തിന്റെ പുരസ്കാരം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സനോഫർ അത്തേറ്റമാണ്. ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിനായി KPCC സംസ്കാര സാഹിതിയുടെ ഇട്ടിവ പഞ്ചായത്ത് കൺവീനർ ശ്രീ ഹരികൃഷ്ണനെ ക്ഷണിച്ചു. ഏറെ ബഹുമാന്യരും പ്രിയമുള്ളവരുമായ സാഹിത്യ പ്രവർത്തകരെ, നമ്മളെ സംബന്ധിച്ച് ചടയമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള MLA, കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായിട്ടുള്ള, കേരളത്തിന്റെ പ്രിയങ്കരനായ നമ്മുടെ സംസ്കാര സാഹിത്യക സംസ്ഥാന ചെയർമാൻ പ്രിയപ്പെട്ട CR മഹേഷ്, അദ്ദേഹം ഈ മണൽവട്ടത്തിന്റെ മണ്ണിൽ എത്തിച്ചേർന്ന് ഒരു മികച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് കടന്നു പോവുകയാണ്. തീർച്ചയായും ഇന്ന് ഈ പരിപാടിക്ക് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഇന്ന് ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ സാഹിത്യ പ്രവർത്തകർ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മറ്റ് DCC